ഹായ് ഓൾ. സോ അനലിറ്റിക്കൽ കെമിസ്ട്രീൻ്റെ പാർട്ട് 1 നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ ആസിഡ് ബേസ് ടൈട്രേഷൻ, റിഡോക്സ് ടൈട്രേഷൻ ആണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് വോളിയോമെട്രിക്കിൽ പറയാനുള്ളത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ ആണ്. കോംപ്ലക്സോമെട്രി സാധാരണ നമുക്ക് കോംപ്ലക്സ് ഫോർമേഷൻ നമ്മൾ പഠിച്ചു. ഓൾറെഡി കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ പഠിച്ചു. എന്താണ് ലിഗാൻഡ്, അതായത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ലിഗാൻഡ്സ് എന്ത് ചെയ്യും? മെറ്റൽ ആറ്റവുമായിട്ട് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. കോർഡിനേറ്റ് ബോണ്ട് വഴി ഒരു കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഈ കോർഡിനേഷൻ കോംപ്ലക്സിന്റെ ഫോർമേഷൻ വഴി ഉണ്ടാകുന്ന ആ ഒരു ടൈട്രേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഈ കോംപ്ലക്സ് ഫോം ചെയ്യുന്ന ആ ഒരു ടൈട്രേഷനാണ് എന്ത്? കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. അതായത് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ കോംപ്ലക്സോമെട്രിക് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ കോംപ്ലക്സ് ഫോർമേഷൻ നമുക്കറിയാം, ഒരു മെറ്റൽ ലിഗാൻഡുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതാണ്. സോ ആക്ച്വലി നമ്മൾ പലതരത്തിലുള്ള ലിഗാൻഡ് പറയാറുണ്ട്. ഇപ്പോൾ യൂണിഡെൻഡേറ്റ് അല്ലെങ്കിൽ മോണോഡെൻഡേറ്റ് എന്ന് പറയാറുണ്ട്. അതായത് ഒരു ഡോണർ ആറ്റം മാത്രമുള്ളത്. ഇപ്പോൾ അമോണിയ ഒറ്റൊരു ഡോണർ ആറ്റം മാത്രമേ ഉള്ളൂ അല്ലേ? നൈട്രജൻ ആണ് അതിലെ ഡോണർ ആറ്റം. അമോണിയയിലെ നൈട്രജൻ ആണ് അതിലെ ഡോണർ ആറ്റം. ഇനി H2O ആണെങ്കിലോ അതിനകത്തുള്ള ഓക്സിജൻ ആണ് അതിലെ ഡോണർ ആറ്റം. അപ്പോൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ്സ് ഉണ്ട്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ്സ് ഉണ്ട്. അതായത് രണ്ട് ഡോണർ ആറ്റം വരുന്നത്. അതായത് എഥിലീൻ ഡയാമിൻ. എഥിലീൻ ഡയാമിൻ നമുക്കറിയാം. മോണോഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ വാട്ടർ, അമോണിയ, ഇതൊക്കെ എന്താണ്? മോണോഡെൻഡേറ്റ്. നമ്മൾ കോർഡിനേഷനിൽ പഠിച്ചതാണ് മോണോഡെൻഡേറ്റ്. ഓക്കെ, അതായത് ഒറ്റൊരു ഡോണർ ആറ്റം. ഇവിടെ ഓക്സിജൻ, ഇവിടെ നൈട്രജൻ ആണ് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്നത് മെറ്റൽ ആറ്റത്തിന് വേണ്ടിയിട്ട് അല്ലേ? നെക്സ്റ്റ് ബൈഡെൻഡേറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് എഥിലീൻ ഡയാമിൻ ആണ്. എഥിലീൻ എഴുതാം, രണ്ട് അമീൻ ഗ്രൂപ്പ് രണ്ട് സൈഡിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എഥിലീൻ ഡയാമിൻ നമ്മൾ ഇങ്ങനെ എഥിലീൻ ഡയാമിൻ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം അല്ലേ? EN എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ EN എഥിലീൻ ഡയാമിൻ ഇതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. ബൈഡെൻഡേറ്റ് അതായത് രണ്ട് ഡോണർ ആറ്റം ഉണ്ട്, ഇവിടുത്തെ നൈട്രജനും ഇവിടുത്തെ നൈട്രജനും. അപ്പൊ രണ്ട് ഡോണർ ആറ്റം രണ്ടും എന്ത് ചെയ്യും? കണക്ട് ചെയ്യും മെറ്റൽ ആറ്റമായിട്ട്. അപ്പൊ അതൊരു ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആയിട്ട് വരും. ഓക്കെ, നെക്സ്റ്റ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് നമ്മൾ പറയും. അതായത് രണ്ടിൽ കൂടുതൽ ഡോണർ ആറ്റം ഉണ്ടെങ്കിൽ പോളിഡെൻഡേറ്റ് എന്ന് പറയും നമ്മൾ, രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ പറയുന്ന ഒരു പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് എഥിലീൻ ഡയാമിൻ സാധാരണ പോലെ എഥിലീൻ ഡയാമിൻ എഴുതാം CH3CH2CH2N. ഈ രണ്ട് ഹൈഡ്രജന് പകരം ടെട്രാ അസറ്റിക് ആസിഡ് CH3COOH, 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 ഇവിടെ CH3COOH. ഓക്കെ, അപ്പൊ എഥിലീൻ ഡയാമിൻ ടെട്രാ അസറ്റിക് ആസിഡ് EDTA എന്നുള്ളത് പോളിഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അതായത് ഇവിടെ ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയും. എന്തുകൊണ്ട്? ഈ നൈട്രജൻ ഒരു ഡോണർ ആയിട്ടാണ്, ഈ നൈട്രജൻ ഒരു ഡോണർ ആയിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഓക്സിജൻ, അതായത് അയണിക് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ ഈ ഹൈഡ്രജൻ മാറിയിട്ട് CO- എന്നായിട്ട് മാറില്ലേ? അപ്പൊ ഈ ഓക്സിജൻ ആയിട്ട് ഒരു ഡോണർ ആയിട്ടാണ്, ഈ ഓക്സിജൻ ഒരു ഡോണർ ആയിട്ടാണ്, ഈ ഓക്സിജൻ ഒരു ഡോണർ ആയിട്ടാണ്, ഈ ഓക്സിജൻ. അതായത് രണ്ട് ഓക്സിജൻ ഉണ്ട്, രണ്ട് ഓക്സിജൻ ഡോണർ ആയിട്ട് ആയില്ല. അതായത് നമ്മൾ ഇങ്ങനെയല്ലേ ഇപ്പൊ COOH നമ്മൾ സാധാരണ എങ്ങനെ എഴുതുക? COOH. ഇത് അയണിക് സ്റ്റേറ്റിൽ നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുക? O- അല്ലേ? അപ്പൊ ഈ ഓക്സിജൻ ആണ് എന്ത്? ഡോണർ ആയിട്ട് ഉണ്ടാവുക. അങ്ങനെ തന്നെയാണ് ഈ 4 അസറ്റിക് ആസിഡിന്റെ കേസിൽ. ടോട്ടൽ എത്ര എന്തുണ്ട്? എത്ര ഉണ്ട് ഡോണർ ആറ്റം? 2 നൈട്രജൻ 4 ഓക്സിജൻ, ടോട്ടല് 6 ഡോണർ ആറ്റം ഉണ്ട്. അതായത് ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. പോളിഡെൻഡേറ്റ് എന്ന് പറഞ്ഞാൽ മതി. അതായത് രണ്ടിൽ കൂടുതൽ ഡോണർ ആയിട്ട് ഉണ്ടെങ്കിൽ പോളിഡെൻഡേറ്റ്. ഇപ്പൊ ഇവിടെ എഥിലീൻ ഡയാമിൻ എന്ന് പറയുന്നത് ടെട്രാസിറ്റിക് ആസിഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് ആണ്. അത് 4 ഡോണർ ആറ്റം വരുന്നുണ്ട്. പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയാം. ഇതേപോലത്തെ പല പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇപ്പോ ഞാൻ 2-3 ജസ്റ്റ് ഒന്ന് ഇതാക്കാം. സ്ട്രക്ചർ നമുക്ക് വേണ്ട, ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. N-ഹൈഡ്രോക്സി മീഥൈൽ എഥിലീൻ ഡയാമിൻ ടെട്രാസിറ്റിക് ആസിഡ്, അതായത് EDTA. അതിന് നമ്മൾ ചുരുക്കിയിട്ട് നമ്മൾ എന്താ വിളിക്കാറില്ല? HEDTA എന്ന് പറയും. HEDTA അതായത് N-ഹൈഡ്രോക്സി മീഥൈൽ എഥിലീൻ ഡയാമിൻ ടെട്രാസിറ്റിക് ആസിഡ്. ഇതേപോലത്തെ കുറേ ഉണ്ട്. HEDTA, EGTA, DPTA എന്നൊക്കെ പറഞ്ഞിട്ട് പല പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സും ഉണ്ട്. നമ്മൾ മിക്കവാറും EDTA പറയാം. EDT ആണ് കുറച്ചും കൂടി എന്ത് കംഫർട്ടബിൾ. അപ്പോൾ EDTA ആണ് സാധാരണ നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഡെൻഡേറ്റ് എന്തുകൊണ്ടാണ് ഈ ഡോണർ ആറ്റത്തിന്റെ കേസ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്? അതായത് ലിഗാൻസ് മെറ്റലുമായിട്ട് എന്ത് ചെയ്യും? കോംപ്ലക്സ് ഫോം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞു.
അപ്പോൾ സാധാരണ നമുക്കറിയാം ഇപ്പോൾ ഒരു സിൽവർ എടുക്കുവാണ്. അപ്പോൾ സിൽവർ ഒരു മോണോഡെൻഡേറ്റ് ലിഗാൻഡുമായിട്ട് കോംപ്ലക്സ് ഫോം ചെയ്യാമെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ഒരു അമോണിയ ആയിട്ട് ഫോം ചെയ്യും, പിന്നെ ഒരു അമോണിയ ആയിട്ട് പിന്നെയും ഫോം ചെയ്യും. അതായത് കോർഡിനേഷൻ നമ്പർ എത്രയുണ്ടോ, ഇപ്പോൾ ഒരു മെറ്റലിന് കോർഡിനേഷൻ നമ്പർ എത്രയാണോ അത്രയും എന്ത് വേണം, ലിഗാൻഡ് വേണം അല്ലേ. ഒരു മെറ്റലിൻ്റെ കോർഡിനേഷൻ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി 4 ലിഗാൻഡ്സ് വേണമെന്ന് വിചാരിക്കാം. ഓക്കെ, കോർഡിനേഷൻ നമ്പർ 4 ആണെന്ന് വിചാരിക്കാം. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ നമ്മൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ 4 ലിഗാൻഡ്സിൻ്റെ ആവശ്യം വരും അല്ലേ. കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ 4 ലിഗാൻഡ്സ്, മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ 4 ലിഗാൻഡ് വേണം. ബൈഡെൻഡേറ്റ് ലിഗാൻഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ 2 ബൈഡെൻഡേറ്റ് മതി, കാരണം 2 2 4 ആയി. ഇനി ഒരു ടെട്രാഡെൻഡേറ്റ്, അതായത് നമ്മളിപ്പോൾ ഹെക്സാഡെൻഡേറ്റ് എന്ന് പറയുന്ന ഒരു ടെട്രാഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ ഒറ്റ ലിഗാൻഡ് എടുത്താൽ മതിയായിരുന്നു. ഓക്കെ, സോ നമ്മുടെ മോണോഡെൻഡേറ്റ് ലിഗാൻഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 4 എണ്ണം കൊടുക്കേണ്ടി വരും കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ. ഓക്കെ, ഇനി കോർഡിനേഷൻ നമ്പർ 6 ആണെങ്കിലോ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് എടുക്കുന്നതെങ്കിൽ 6 മോണോഡെൻഡേറ്റ് ലിഗാൻഡ് കൊടുക്കണം. ഇപ്പോൾ കോപ്പറിന്റെ കേസ് നമുക്ക് നോക്കി വെക്കാം. കോപ്പർ CuNH3 6 ടൈംസ് ആണെന്ന് വിചാരിക്കാം. കോർഡിനേഷൻ നമ്പർ 6 ആണ് വരേണ്ടത്. അപ്പോൾ എത്ര മോണോഡെൻഡേറ്റ് ലിഗാൻഡ് കൊടുക്കണം, ഈ 6 മോണോഡെൻഡേറ്റ് ലിഗാൻഡ്, 6 അമോണിയം കൊടുക്കണം. ഇനി നമ്മൾ സെയിം നമുക്ക് എന്ത് എടുക്കാം, എഥിലീൻ ഡയാമിൻ ആണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. അപ്പം എന്ത് ചെയ്യും, കോർഡിനേഷൻ നമ്പർ 6 കിട്ടും. കാരണം ഒരു എഥിലീൻ ഡയാമിൻ എന്ന് പറയുമ്പോൾ ബൈഡെൻഡേറ്റ് ആണ്. അപ്പോൾ 2 × 3 6 ആവും കോർഡിനേഷൻ നമ്പർ അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 മോണോഡെൻഡേറ്റ് എടുക്കുന്നതിന് പകരം ബൈഡെൻഡേറ്റ് 3 എണ്ണം എടുത്താൽ മതി. ഓക്കെ, ഇനി ഹെക്സാഡെൻഡേറ്റ് ഉണ്ടെങ്കിലോ ഒറ്റ എണ്ണം എടുത്താൽ മതി. ഹെക്സാഡെൻഡേറ്റ് EDT ആണ് എടുക്കുന്നതെങ്കിൽ കോപ്പറിൻ്റെ കൂടെ ഒരു ഹെക്സാഡെൻഡേറ്റ് ലിഗാൻഡ് എടുത്താൽ മതി അല്ലേ. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ മെറ്റലാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലിഗാൻഡ്സ് എടുക്കുമ്പോൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താ പ്രശ്നം, ആദ്യം ഒരു അമോണിയ കോപ്പറിൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഒരു അമോണിയ മാത്രം പോരാ, 6 എണ്ണം വേണം. അപ്പോൾ പിന്നെ ഒരു അമോണിയ ആഡ് ചെയ്ത്, പിന്നെ ഒരു അമോണിയ, അങ്ങനെ കോർഡിനേഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് വരെ നമ്മൾ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് 6 എണ്ണൊക്കെ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ 6 ലിഗാൻഡൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇടയിൽ ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കും. ചിലപ്പോൾ CuNH3 വേറെ തന്നെ കോംപ്ലക്സ് ആയിട്ട് പോകും, വേറെ തന്നെ ഇന്റർമീഡിയറ്റ് ആയിട്ട് പോകും. 6 എണ്ണം വരുന്നവരെ കാത്തിക്കാതെ ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ ഒക്കെ നടക്കും. അപ്പോൾ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് റിയാക്ഷൻ അത്രയും ഫാസ്റ്റ് ആയിട്ട് നടക്കില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിലും കൂടി നമ്മൾ ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ഇപ്പോൾ ഇതിൻ്റെ കേസിൽ 3 എണ്ണം ആഡ് ചെയ്യേണ്ടി വരും. 3 എണ്ണം ആഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും, ഒരെണ്ണം കിട്ടുമ്പോൾ തന്നെ അത് ചിലപ്പോൾ ഇന്റർമീഡിയറ്റ് കോംപ്ലക്സ് ഒക്കെ ഫോം ചെയ്തിട്ട് വേറെ എന്തെങ്കിലും കോംപ്ലക്സ് ഒക്കെ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് എടുക്കുന്നതായിരിക്കും നന്നാവുക. ഓക്കെ, അപ്പോൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് വേഴ്സസ് എന്തായിരിക്കും, മെറ്റലിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ മെറ്റലിൻ്റെ സൊല്യൂഷനും പോളിഡെൻഡേറ്റ് ലിഗാൻഡും നമ്മൾ ടൈട്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് എടുത്തു പറഞ്ഞത്, കാരണം മോണോഡെൻഡേറ്റ് ലിഗാൻഡ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടക്കാനും ആ റിയാക്ഷൻ ടൈട്രേഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ നടന്നിട്ട് ആ റിയാക്ഷൻ മൊത്തം ഫോൾസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് മാത്രം യൂസ് ചെയ്യുന്നത് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ്റെ കേസിൽ. ഓക്കെ, അപ്പോൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എഥിലീൻ ഡയാമിൻ ടെട്രാസിറ്റിക് ആസിഡ് ആണ്, EDTA ആണ് സാധാരണ നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂറേറ്റ്, സാധാരണ വോളിയോമെട്രിക് ടൈട്രേഷൻ പോലെ തന്നെ ഒരു ബ്യൂറേറ്റ് ഉണ്ടാവും. ബ്യൂറേറ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ബ്യൂറേറ്റിനകത്ത് നമ്മൾ EDTA സൊല്യൂഷൻ എടുക്കും. ഓക്കെ, പിന്നെ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് നമ്മൾ എന്തെടുക്കും, അനലൈറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് മെറ്റലിൻ്റെ സൊല്യൂഷനാണ്. മെറ്റലിൻ്റെ സൊല്യൂഷൻ ഇപ്പോൾ നമ്മൾ കാൽസ്യത്തിൻ്റെ സൊല്യൂഷൻ, അല്ലെങ്കിൽ നിക്കലിൻ്റെ സൊല്യൂഷൻ, മെഗ്നീഷ്യത്തിൻ്റെ സൊല്യൂഷൻ ഒക്കെ നമ്മൾ അനലൈറ്റ് ആയിട്ട് എടുക്കും. ബ്യൂററ്റിനകത്ത് എപ്പോഴും EDTA എടുക്കും. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ടൈട്രേറ്റ് ചെയ്യുക. ടൈട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കഴിഞ്ഞാലും എന്ത് വേണം, ഇൻഡിക്കേറ്റർ വേണം അല്ലേ. അപ്പോൾ ഇൻഡിക്കേറ്റർ ആയിട്ട് സാധാരണ നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ യൂസ് ചെയ്യാറുള്ളത് എറിയോക്രോം ബ്ലാക്ക് ടീ ആണ്. എറിയോക്രോം ബ്ലാക്ക് ടീ നമ്മൾ PGക്ക് ഇത് വെച്ചൊരു ഒരുപാട് വോളിയോമെട്രിക് ടൈട്രേഷൻസ് ചെയ്യുന്നുണ്ട്. PGക്ക് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എറിയോക്രോം ബ്ലാക്ക് ടീ ആണ് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ കളർ ചേഞ്ച് എങ്ങനെയെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞുതരാം. സോ നമ്മൾ
പോളിഡെൻറ്റേറ്റ് ലിഗാൻഡും സോ അൺലൈറ്റ് ആയിട്ട് നമ്മൾ എന്തെടുക്കുക, മെറ്റലിൻ്റെ സൊല്യൂഷൻ എടുത്ത് ടൈട്രേറ്റ് ചെയ്യുന്നതിനാണ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻ എന്ന് പറയുക. അവിടെ കോംപ്ലക്സിൻ്റെ ഫോർമേഷനാണ് നടക്കുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് ഫോർമേഷനാണ്. കോംപ്ലക്സ് ഫോർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് എന്ത് എൻഡ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് EDTA ടൈട്രേഷൻസ് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഏതെങ്കിലും ഒരു മെറ്റൽ, ഇപ്പോൾ നമ്മളിപ്പോൾ കാൽഷ്യോ ഏതെങ്കിലും ഒരു മെറ്റൽ, ഓക്കെ, ഏതെങ്കിലും ഒരു മെറ്റലിൻ്റെ സൊല്യൂഷൻ എടുത്തു. ബ്യൂററ്റിനകത്ത് EDTA എടുത്തിട്ടുണ്ട്. എറിയോക്രോം ബ്ലാക്ക് ടീ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എറിയോക്രോം ബ്ലാക്ക് ടീൻ്റെ കളർ എന്ന് പറയുന്നത് അയണൈസ്ഡ് സ്റ്റേറ്റിൽ എറിയോക്രോം ബ്ലാക്ക് ടീൻ്റെ കളർ റെഡ് കളറാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. ഒരു കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഒരു മെറ്റൽ എടുത്തിട്ടുണ്ട്, മെറ്റലിൻ്റെ സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. ബ്യൂററ്റിനകത്ത് എന്തെടുത്തിട്ടുണ്ട്, EDTA എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് എറിയോക്രോം ബ്ലാക്ക് ടീ ആണ്. എറിയോക്രോം ബ്ലാക്ക് ടീൻ്റെ കളർ അയണൈസ്ഡ് സ്റ്റേറ്റിൽ, അതായത് നമ്മളിപ്പോൾ സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ അയണൈസ്ഡ് സ്റ്റേറ്റിലാണല്ലോ ഉണ്ടാവുക. സോ എറിയോക്രോം ബ്ലാക്ക് ടീൻ്റെ കളർ എന്ന് പറയുന്നത് റെഡ് കളറാണ്. അപ്പോൾ എന്തുകൊണ്ട് ബ്ലാക്ക് ടീ എന്ന് പേരൊന്നും വിചാരിക്കുന്നത്, അതായത് ഇത് അൺഅയണൈസ്ഡ് സ്റ്റേറ്റിലാണെങ്കിൽ ഇതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. അതായത് നമുക്കിപ്പോൾ നമ്മൾ കാണുമ്പോൾ എറിയോക്രോം ബ്ലാക്ക് ടീൻ്റെ പൗഡറിങ്ങൾ ചിലപ്പോൾ ലാബിനകത്ത് കണ്ടിട്ടുണ്ടാവും. അതായത് ഇത് ബ്ലാക്ക്, ഒരു കട്ടി വായിട്ട് ഒരു ബ്ലാക്ക്, അങ്ങനത്തെ ഒരു കളറാണ്, ഒരു ബ്ലാക്കിനോട് അടുത്ത കളറാണ്. സോ അത് നമ്മൾ സൊല്യൂഷനിൽ ആഡ് ചെയ്യുമ്പോൾ അത് അയണൈസ്ഡ് ഫോമിലേക്കായി മാറും. ഓക്കെ, അപ്പോൾ അയണൈസ്ഡ് ഫോമിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ കളർ റെഡ് ആണ്. സോ ഈ സൊല്യൂഷനിൽ ഇപ്പോൾ എന്താ ഉള്ളത്, മെറ്റൽ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, കളർ റെഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും ഇതിൻ്റെ. ഓക്കെ, ഇപ്പം നമ്മൾ ഇനീഷ്യലി എന്താണ് മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിന് ഞാനിപ്പോൾ ഇങ്ങനെ എഴുതുവാണ്. മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ MIN- എഴുതുവാണ്. മെറ്റൽ അയോൺ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് എപ്പോഴും ലെസ് സ്റ്റേബിൾ ആണ്. ഓക്കെ, സോ ഇതിന്റെ കളർ എന്ന് പറയുന്നത് എന്താണ്, റെഡ് കളറാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിന്റെ കളർ എന്താണ്, റെഡ് കളറാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, EDTA ബ്യൂററ്റിന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. EDTA ബ്യൂററ്റിന് ആഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് മെറ്റലും ഇൻഡിക്കേറ്ററാണ് ഉള്ളത്. മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് അപ്പോൾ ഫോം ചെയ്തിട്ടുണ്ട്. മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിന്റെ ഫോം റെഡ് കളർ തന്നെയാണ് അതിന്റെ കളർ വരുന്നത്. കാരണം ഇൻഡിക്കേറ്ററിന്റെ കളർ റെഡ് ആണ്, സെയിം കളറാണ് മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിനും വരുന്നത്. ഇനി നമ്മൾ ബ്യൂററ്റിന് ഓരോ ഡ്രോപ്പ് ആയിട്ട് EDTA ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഈ മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ലെസ് സ്റ്റേബിൾ ആണ്. മെറ്റൽ EDTA കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആണ്. അപ്പോൾ മെറ്റൽ ഇൻഡിക്കേറ്ററിനെ മാറ്റിയിട്ട് അവിടെ ആര് വരും, EDTA വരും. അപ്പോൾ കാരണം എന്താണ്, മെറ്റൽ EDTA കോംപ്ലക്സിന് എന്താണ് ഹൈലി സ്റ്റേബിൾ ആണ്. മെറ്റൽ EDTA കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആണ്. പിന്നെ അവിടെ ബാക്കി എന്താ വരിക, ഇൻഡിക്കേറ്റർ IN2- മീൻസ് അത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയെന്നുള്ളൂ. സോ അതായത് EDTA-ക്കകത്തുള്ള ഹൈഡ്രജൻ ഉണ്ടാവുമല്ലോ, പ്രോട്ടോൺസ്, ആ പ്രോട്ടോൺസും ഇൻഡിക്കേറ്ററും കൂടി കോംപ്ലക്സ് ഫോം ചെയ്യും. ഈ EDTA അയോൺസ് എന്ത് ചെയ്യും, മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്ത് കോംപ്ലക്സ് ഫോർമേഷൻ നടക്കും. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് EDTA-ക്കകത്ത് എങ്ങനെ പ്രോട്ടോൺ വരുന്നത്, ഇതിൽ ഡയം ടെട്രാസിറ്റിക് ആസിഡ് സ്ട്രക്ചർ വരുമ്പോൾ 4 സൈഡിലും 4 ഹൈഡ്രജൻ വരുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു ആ പ്രോട്ടോണിനെ റിമൂവ് ചെയ്തിട്ട് -CO- ആയിട്ടാണ് അത് എക്സിസ്റ്റ് ചെയ്യുക. ആ പ്രോട്ടോൺസ് ആണ് ഇൻഡിക്കേറ്ററായിട്ട് HIN2- ആയി മാറുന്നത്. സോ ഫ്രീ ഇൻഡിക്കേറ്റർ ആയിട്ട് മാറും, മെറ്റൽ EDTA കോംപ്ലക്സ് ആയിട്ട് മാറും. ഫ്രീ ഇൻഡിക്കേറ്ററിന്റെ കളർ എന്ന് പറയുന്നത് ബ്ലൂ കളറാണ്. ഫ്രീ ഇൻഡിക്കേറ്ററിന്റെ കളർ ബ്ലൂ ആണ്. സോ റെഡ് ടു ബ്ലൂ ട്രാൻസ്ഫോർമേഷൻ ആണ് നടക്കുക. എൻഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ, അതായത് എന്ത് ചെയ്യും, കംപ്ലീറ്റ് ഇൻഡിക്കേറ്ററും മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സ് എന്തായി മാറിയിട്ടുണ്ടാവും, മെറ്റൽ EDTA കോംപ്ലക്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഫ്രീ ഇൻഡിക്കേറ്റർ വേറെ തന്നെ സെപ്പറേറ്റ് ആവും. ഫ്രീ ഇൻഡിക്കേറ്ററിന്റെ കളർ എന്താണ്, ബ്ലൂ കളറാണ്. സോ എൻഡ് പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് EDTA-യും മെറ്റലും എന്ത് ചെയ്യും, കോംപ്ലക്സ് ഫോം ചെയ്യും. എക്സസ് വരുന്ന ഇൻഡിക്കേറ്റർ, ഓക്കെ, എക്സസ് ഫ്രീ ആയിട്ടുള്ള ഇൻഡിക്കേറ്റർ വരും. ഫ്രീ ആയിട്ടുള്ള ഇൻഡിക്കേറ്ററിന്റെ കളർ എന്താണ്, ബ്ലൂ കളറാണ്. സോ നമുക്ക് എന്ത് ചെയ്യും, റെഡിൽ നിന്ന് ബ്ലൂയിലേക്കുള്ള ഒരു ചേഞ്ച് നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. മെറ്റൽ EDTA കോംപ്ലക്സ് ഹൈലി സ്റ്റേബിൾ ആണ്. എന്തിനേക്കാളും, മെറ്റൽ ഇൻഡിക്കേറ്റർ കോംപ്ലക്സിനേക്കാളും. ആ പോയിന്റാണ് മെയിൻ ആയിട്ട് നമ്മൾ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ EDTA യൂസ് ചെയ്തിട്ടുള്ള ടൈട്രേഷനിലാണെങ്കിൽ എറിയോക്രോം ബ്ലാക്ക് ടീ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കളർ ചേഞ്ച് വരുന്നത് റെഡ് ടു ബ്ലൂ ആണ് കളർ ചേഞ്ച് വരുന്നത്. സാധാരണ നമ്മൾ ഈ ഒരു ടൈട്രേഷൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്യാറുണ്ട്. ബഫർ എന്തിനാണ് ആഡ് ചെയ്യുന്നത്, pH-ന്റെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. സോ pH നമുക്ക് എപ്പോഴും ആൽക്കലൈൻ മീഡിയത്തിലാക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഈ റിയാക്ഷൻ എപ്പോഴും ആൽക്കലൈൻ മീഡിയം,
അതായത് അസിഡിക് അല്ലാതെ ആൽക്കലൈൻ മീഡിയത്തിലാണെങ്കിലാണ് കുറച്ചും കൂടി ബെറ്റർ ആവുക. അതുകൊണ്ട് നമ്മൾ ബഫർ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് pH എപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, മാറ്റമില്ലാതെ വെക്കും. ഓക്കെ, അതിനാണ് നമ്മൾ ബഫർ സൊല്യൂഷൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൂ. പിന്നെ എനിക്കൊന്ന് നിങ്ങളിത് ചെയ്ത് പഠിക്കുന്നത് PGക്കാണെന്ന് തോന്നുന്നു. കോംപ്ലക്സോമെട്രിക് പ്രാക്ടിക്കൽസ് ചെയ്യുന്നത് PGക്കാണ്. സോ നമുക്ക് ഹൈ ലെവലിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മൾ അനലൈറ്റ് ആയിട്ട് എന്തെടുക്കും, പ്യൂറിറ്റിൽ എന്തെടുക്കും, പിന്നെ റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്, കളർ ചേഞ്ച് എന്താണ്, മെറ്റിൽ EDTA കോംപ്ലക്സ് ആണ്, ഹൈലി സ്റ്റേബിൾ എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളും കൂടി പഠിച്ചു വെച്ചാൽ മതി. സോ കോംപ്ലക്സോമെട്രിക് ടൈട്രേഷനിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. നെക്സ്റ്റ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻസ് അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയാം. ഓക്കെ, പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻസ്. പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ കുറേ ടൈട്രേഷൻ പറഞ്ഞു. അപ്പോൾ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കോംപ്ലക്സോമെട്രി എന്ന് പറയുമ്പോൾ കോംപ്ലക്സ് ഫോർമേഷൻ ആണ് നടന്നത്. പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുമ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ ആയിരിക്കും അവിടെ നടക്കുക. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, റിയാക്ട് ചെയ്യണം. രണ്ട് സൊല്യൂഷൻസ് റിയാക്ട് ചെയ്തിരിക്കണം. നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്ന അനലൈറ്റും ബ്യൂററ്റിൽ എടുക്കുന്ന ടൈട്രേറ്റും രണ്ടും റിയാക്ട് ചെയ്തിട്ട് അവിടെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടക്കണം. പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമുക്ക് എൻഡ് പോയിന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ, എൻഡ് പോയിന്റ് എത്രയാണെന്നുള്ളത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ്. സോ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷനും അനലൈറ്റ് ആയിട്ട് എടുക്കുന്ന സൊല്യൂഷനും രണ്ടും റിയാക്ട് ചെയ്തിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ കംപ്ലീറ്റ് ആകുമ്പോഴാണ് നമ്മൾ എൻഡ് പോയിന്റ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ സാധാരണ റിയാക്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ NaCl-ലും AgNO3 NaCl-ലും AgNO3 റിയാക്ട് ചെയ്ത് നമുക്കറിയാൻ ചെയ്യും AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഇത് ഞാൻ പ്രസിപ്പിറ്റേഷൻ ആണ് സൂചിപ്പിക്കുന്നത് ഇങ്ങനെ താഴോട്ട്. AgCl പ്ലസ് പിന്നെ ബാക്കി എന്താണ്, NaNO3 സോഡിയം നൈട്രേറ്റ്. സോ AgCl-ന്റെ പ്രസിപ്പിറ്റേഷൻ നടക്കും. ഇതേപോലെ പൊട്ടാഷ്യം ക്ലോറൈഡും AgNO3 ആണ് എടുക്കുന്നതെങ്കിലോ സെയിം AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, പൊട്ടാഷ്യം നൈട്രേറ്റ് കിട്ടും. ഓക്കെ, സോ നമ്മൾ ബ്യൂററ്റിനകത്ത് എടുക്കുന്നത് എന്താണ്, AgNO3 ആണ് എടുക്കുക. ഇതിനെ നമ്മൾ എന്ത് പറയും, പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് എന്ന് പറയും. പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആണ് ആര്, ഈ സോഡിയം മീൻസ് സിൽവർ നൈട്രേറ്റ്. ഇവിടെ ഈ ഒരു കേസിൽ, ഈ ഒരു എക്സാമ്പിളിന്റെ കേസിലാണ് ഞാൻ പറയുന്നത് പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് AgNO3 ആണ്. അതേപോലെ നമ്മൾ ബ്യൂറിൽ എന്താണോ എടുക്കുന്നത് അതാണ് എന്ത്, പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് എന്ന് പറയാം. സോ നമ്മൾ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് ഇപ്പോൾ എന്തായിരിക്കും എടുക്കുക, കോണിക്കൽ ഫ്ലാസ്കിനകത്ത് നമ്മൾ സോഡിയം ക്ലോറൈഡ് ഓർ പൊട്ടാഷ്യം ക്ലോറൈഡ്, ഈ ഇക്വേഷൻ ആണെങ്കിൽ പൊട്ടാഷ്യം ക്ലോറൈഡ്, ഈ ഇക്വേഷൻ ആണെങ്കിൽ സോഡിയം ക്ലോറൈഡ്. സോ ഇത് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. ഓരോ AgNO3 ഡ്രോപ്പ് ആയിട്ട് ഒഴിക്കുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് ചെയ്യും, AgCl-ന്റെ പ്രസിപ്പിറ്റേറ്റ് ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കും. സോ ഇവിടെ സൊല്യൂഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റിയാക്ട് ചെയ്യുന്നുണ്ട്, പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷൻ എന്ന് പറയുന്നത്. ഈ പ്രസിപ്പിറ്റേഷൻ ടൈട്രേഷനിൽ തന്നെ ഇവിടെ നമ്മൾ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആയിട്ട് ഈ ഒരു ഇക്വേഷനിൽ യൂസ് ചെയ്തത് AgNO3 Ag സിൽവർ പ്രസിപ്പിറ്റേറ്റിംഗ് ഏജന്റ് ആണ്. സോഡിയം ക്ലോറൈഡ് ആണ് നമ്മൾ അനലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ AgCl പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടിയിട്ടുള്ളത്. സോ നമുക്ക് പ്രസിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയോ കംപ്ലീറ്റ് ആയില്ല എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക, അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ റിയാക്ഷൻ നടക്കുമ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ AgNO3 ബ്യൂററ്റിലെടുത്തു, NaCl അനലൈറ്റ് ആയിട്ട് എടുത്തു അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് AgCl പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുന്നത്. പിന്നെ ബാക്കി NaNO3 ഞാൻ എഴുതുന്നില്ല. പ്രസിപ്പിറ്റേറ്റ് ആയി കിട്ടുന്നത് എന്താണ്, AgCl ആണ്. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക അല്ലെ, വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ് കിട്ടുക. സോ ഈ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് ക്രോമേറ്റ് ആഡ് ചെയ്യാം. അപ്പോൾ പൊട്ടാഷ്യം ക്രോമേറ്റോ എന്തെങ്കിലും ഒരു ക്രോമേറ്റ് ആഡ് ചെയ്യാം, സോഡിയം ക്രോമേറ്റോ പൊട്ടാഷ്യം ക്രോമേറ്റോ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. അപ്പം ഇനീഷ്യലി ഞാൻ എന്ത് ചെയ്യാണ്, ഈ സോഡിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ക്രോമേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ക്രോമേറ്റ് Cr2-. ഓക്കെ, സോ ക്രോമേറ്റ് ഞാൻ ഇനീഷ്യലി ആഡ് ചെയ്തിട്ടുണ്ടാവും ഇതിനകത്ത്. ക്രോമേറ്റ് ഞാൻ ഇൻഡിക്കേറ്റർ ആയിട്ടാണ് ഇവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് റിയാക്ഷൻ്റെ എൻഡ് പോയിന്റ് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ പറഞ്ഞത് ബ്യൂററ്റിനകത്ത് സിൽവർ നൈട്രേറ്റും കോണിക്കൽ ഫ്ലാസ്കിനകത്ത് NaCl ആണ് ഇട്ടത്. അപ്പോൾ പ്രസിപ്പിറ്റേറ്റ് കിട്ടും. പക്ഷെ പ്രസിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യണം. കറക്റ്റ് ആ പ്രസിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആവുന്ന ആ പോയിന്റാണ് നമുക്ക് വേണ്ടത് അല്ലേ. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക,
അത് നമുക്ക് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. അതിനാണ് നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇനീഷ്യലി ഞാൻ ഈ കോണിക്കൽ ഫ്ലാസ്കിനകത്ത് സോഡിയം ക്ലോറൈഡിന്റെ കൂടെ ക്രോമേറ്റ് അയോൺ എന്ന് പറയുമ്പോൾ പൊട്ടാഷ്യം ക്രോമേറ്റ് ആഡ് ചെയ്താൽ മതി. പൊട്ടാഷ്യം ക്രോമേറ്റിന്റെ ഒരു കളർ ഉണ്ടാവുമല്ലോ, ഒരു ഓറഞ്ച്, ഒരു ലൈറ്റ് യെല്ലോ ഒരു കളറില്ലേ. പൊട്ടാഷ്യം ക്രോമേറ്റിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ ഒരു കളറാണ്. സോ ഇനീഷ്യലി ഇതിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ ആ ഒരു റേഞ്ചിലുള്ള ക്രോമേറ്റ് അയോണിന്റെ കളറാണ് വരിക. ഓക്കെ. സോ പിന്നെ ഞാൻ ബ്യൂററ്റിൽ നിന്ന് ഓരോ ഡ്രോപ്പായിട്ട് AgNO3 ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ എന്ത് സംഭവിക്കും? AgCl പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കും. AgCl പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ക്രോമൈറ്റിന്റെ കളർ മാറിയിട്ട് അവിടെ പ്രസിപ്പിറ്റേറ്റിന്റെ കളറായ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ആണ്. അപ്പോൾ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിന്റെ കളറായിട്ട് വൈറ്റ് കംപ്ലീറ്റ് വൈറ്റ് കളറായിട്ട് മാറിക്കൊണ്ടിരിക്കും. സോ ആ സൊല്യൂഷൻ യെല്ലോയിൽ നിന്ന് വൈറ്റിലേക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ വൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയി നമുക്ക് എങ്ങനെ മനസ്സിലാവുക? കംപ്ലീറ്റ് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തെ കളർ ചേഞ്ച് എന്തായിരിക്കും? കംപ്ലീറ്റ് AgNO3 NaCl ആയിട്ട് റിയാക്ട് ചെയ്ത് AgCl കിട്ടി. ഇനി ഞാൻ എക്സ്ട്രാ AgNO3 ബ്യൂററ്റിൽ ഒരു ഡ്രോപ്പ് ആഡ് ചെയ്യാന്ന് ചോദിക്കാം. എക്സ്ട്രാ AgNO3ന്റെ Ag+ മാത്രമാണ് ഞാനിപ്പോൾ എഴുതുന്നത്. അതായത് Ag+ അയോണ് അവിടെ ഓൾറെഡി ഉള്ളത് ക്രോമേറ്റ് അയോൺ ഉണ്ട് അല്ലേ? ഇൻഡിക്കേറ്റർ ആയിട്ട് ക്രോമേറ്റ് അയോൺ ഉണ്ടല്ലോ അവിടെ ബാക്കിയായിട്ട്. സോ അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് സിൽവർ ക്രോമേറ്റ് Ag2Cr O4 കിട്ടും. ഇതിന്റെ കളർ എന്ന് പറയുന്നത് ഒരു റെഡിഷ് ബ്രൗൺ കളറാണ്. റെഡിഷ് ബ്രൗൺ. ഓക്കെ. സോ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനീഷ്യലി അത് യെല്ലോ കളറാണ്, അത് ക്രോമേറ്റിന്റെ കളറാണ്, അത് ഇൻഡിക്കേറ്ററിന്റെ കളറായിട്ട് നമ്മൾ പറയുന്നില്ല. നമ്മൾ എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യുന്നത് അതിന് ശേഷമാണ്. സോ ഇനീഷ്യലി യെല്ലോ കളർ ഉണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. ആ യെല്ലോ കളറിൽ നിന്ന് എന്തായി മാറും? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്ത് വൈറ്റ് കളറായി മാറിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷൻ നടന്നു. കംപ്ലീറ്റ് AgNO3 NaCl റിയാക്ട് ചെയ്തിട്ട് AgCl ഫോം ചെയ്തപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എക്സ്ട്രാ ഒരു ഡ്രോപ്പ് AgNO3 ഞാൻ ബ്യൂററ്റിൽ നിന്ന് ഒഴിക്കുകയെന്ന് വിചാരിക്കാം. ഒരു ഡ്രോപ്പ്. അപ്പോൾ ഒരു ഡ്രോപ്പ് Ag അയോൺ ഉണ്ടാവും അവിടെ. അതിന്റെ കൂട്ടത്തിൽ പിന്നെ അവിടെ ബാക്കിയുള്ള NaCl കംപ്ലീറ്റ് റിയാക്ട് ചെയ്ത് പോയി. പിന്നെ NaCl ഇല്ല. പിന്നെ അവിടെ ആരുള്ളത്? ക്രോമേറ്റ് അയോൺ ഉണ്ട്. നമ്മൾ ആദ്യം ആഡ് ചെയ്ത ക്രോമേറ്റ് അയോൺ. ആ ക്രോമേറ്റ് അയോണായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് എന്തേ മാറും? സിൽവറിന്റെ ക്രോമേറ്റ് ഫോം ചെയ്യും. സിൽവറിന്റെ ക്രോമേറ്റിന്റെ കളർ റെഡിഷ് ബ്രൗൺ ആണ്. സോ കംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ ഡ്രോപ്പ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വൈറ്റിൽ നിന്ന് റെഡിഷ് ബ്രൗണിലേക്ക് ഒരു കളർ ചേഞ്ച് വരും. ഈ കളർ ചേഞ്ച് ആണ് നമ്മൾ എന്ത് പറയുന്നത്? എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ആ കംപ്ലീറ്റ് കളർ ചേഞ്ച് എന്താണ്? വൈറ്റിൽ നിന്ന് റെഡിഷ് ബ്രൗണിലേക്ക് മാറുന്ന ഇതാണ് എൻഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ. സോ നമ്മൾ സാധാരണ പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബ്യൂററ്റിലും പിപ്പറ്റ് ചെയ്തെടുക്കുന്ന സൊല്യൂഷനും ബ്യൂററ്റിൽ എടുക്കുന്ന സൊല്യൂഷനും നമ്മൾ റിയാക്ട് ചെയ്തിട്ട് പ്രസിപ്പിറ്റേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എൻഡ് പോയിന്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ ഇൻഡിക്കേറ്ററിന്റെ സഹായം ആവശ്യമുണ്ട്. അതിനാണ് നമ്മൾ ആദ്യം ക്രോമേറ്റ് അയോൺ ആഡ് ചെയ്യുന്നത്. ക്രോമേറ്റ് അയോൺ ഒരു യെല്ലോ ആ ഒരു കളറാണ് ഉണ്ടാവുക. യെല്ലോ ഓറഞ്ച് ആ ഒരു റേഞ്ചിലുള്ള ഒരു കളറാണ്. സോ ഇനീഷ്യലി ആ ഒരു കളർ ഉണ്ടാവും. പിന്നെ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യുന്നതിനനുസരിച്ച് അത് വൈറ്റ് ആയി മാറിക്കൊണ്ടിരിക്കും. കംപ്ലീറ്റ് പ്രസിപ്പിറ്റേഷൻ കഴിഞ്ഞാൽ വൈറ്റ് മാറിയിട്ട് എന്തായി മാറുന്നത്? റെഡിഷ് ബ്രൗൺ ആയി മാറും. ബിക്കോസ് പിന്നെ അവിടെ എന്തില്ല? NaCl ഒന്നും ബാക്കിയില്ല. അവിടെ ബാക്കിയുള്ളത് ഒരു ക്രോമേറ്റ് ആണ്. നമ്മൾ ഇനീഷ്യലി ആഡ് ചെയ്ത ക്രോമേറ്റ് ആണ്. അപ്പോൾ സിൽവർ ക്രോമേറ്റ് അയോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് റെഡിഷ് ബ്രൗണിലുള്ള സിൽവറിന്റെ ക്രോമേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് കളർ ചേഞ്ച് വരുന്നത്. സോ നമുക്ക് കറക്റ്റാ എന്ത് മനസ്സിലാക്കാൻ പറ്റും? പ്രസിപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് നെക്സ്റ്റ് എക്സ്ട്രാ എമൗണ്ട് വരുന്ന ആ കറക്റ്റ് പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് പറഞ്ഞിരുന്നത്. ഇതാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ ഇത്രയേ പറയാനുള്ളൂ. പ്രസിപ്പിറ്റേഷൻ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. അവിടെ കളർ ചേഞ്ച് എങ്ങനെയാണ്? കാരണം നമ്മൾ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻഡിക്കേറ്ററിനനുസരിച്ചാണ് കളർ ചേഞ്ച് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷനിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ജസ്റ്റ് ഓർഗാനിക് റിയേജൻസ്, പിന്നെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ എറേഴ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് അനലിറ്റിക്കലിൽ പറയാനുള്ളത്. സോ നെക്സ്റ്റ് അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് എറേഴ്സിനെ കുറിച്ചാണ്. അതായത് ഇപ്പോൾ മാത്തമാറ്റിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് എറേഴ്സ് ആണ്. അതായത് ഇപ്പോൾ സാധാരണ നമ്മൾ ഏതൊരു എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴും നമ്മൾ പറയാറുണ്ട് നമുക്കൊരു ഒബ്സർവ്ഡ് വാല്യൂ കിട്ടും. നമ്മൾ ഒബ്സർവ് ചെയ്ത വാല്യൂ തന്നെ ആയിരിക്കണം എന്നില്ല എന്ത്? ആക്ച്വൽ വാല്യൂ, അതായത് ട്രൂ വാല്യൂ അത് തന്നെ ആയിരിക്കണം എന്നില്ല അല്ലേ? അപ്പോൾ നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ മിക്കവാറും എന്തായിരിക്കണം? ഈ ട്രൂ വാല്യൂയോട് ക്ലോസ് ആയിട്ടിരിക്കണം. അങ്ങനെ ക്ലോസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും എന്ത്? നമ്മുടെ വാല്യൂ അക്യുറേറ്റ് ആണ്, നമ്മൾ ചെയ്തത് ഭയങ്കര അക്യുറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തത് എന്ന് പറയും അല്ലേ? സോ അക്യുറസി എന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് ടു ദ ട്രൂ വാല്യൂ. ട്രൂ വാല്യൂവിനോട് ക്ലോസ് ആയിട്ടായിരിക്കണം നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ ഉള്ളതെങ്കിൽ നമുക്ക് പറയാം എന്ത്? ആക്യുറേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്സർവ്ഡ് വാല്യൂന്ന് ട്രൂ വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് എറർ എത്രയുണ്ടെന്ന് കിട്ടും. രണ്ട് ക്ലോസ് ആണെങ്കിൽ എറർ മിനിമം ആയിരിക്കും. രണ്ട് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാക്സിമം എറർ ഉണ്ട് എന്നാണ് മീനിങ്. ഓക്കെ, സോ ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്നെസ് ടു ദി ട്രൂ വാല്യൂ. സോ ആബ്സല്യൂട്ട് എറർ എങ്ങനെ കണ്ടുപിടിക്കുക? ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഒബ്സർവ്ഡ് വാല്യൂ, മോഡ് എടുക്കാം, ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ. ഓക്കെ, മോഡ് എടുക്കുന്നത് മേ ബി എന്തായിരിക്കണം, ഒബ്സർവ്ഡ് വാല്യൂ ആണ് കുറവെങ്കിലോ ട്രൂ വാല്യൂവിനേക്കാളും. അപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള എറർ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒബ്സർവ്ഡ് വാല്യൂന്ന് ട്രൂ വാല്യൂ എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. ഇനി റിലേറ്റീവ് എറർ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിക്കുന്ന കാര്യമാണ്, ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കാനാണ്. റിലേറ്റീവ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ divided by true value into 100. ഇതാണ് എന്ത്? റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. റിലേറ്റീവ് എറർ പെർസെൻറ്റേജിലാണ് പറയുക. ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് ട്രൂ വാല്യൂ ഡിവൈഡഡ് ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100, റിലേറ്റീവ് എറർ. നെക്സ്റ്റ് ആക്യുറസി എന്താണ് നമ്മൾ പറഞ്ഞു? ക്ലോസ്നെസ് ടു ദി ട്രൂ വാല്യൂ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് മീൻ എന്താണ്, മീഡിയൻ എന്താണ്, മോഡ് എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമുക്ക് പറയാനുള്ളത്. മീൻ, മീഡിയൻ, മോഡ്. മീൻ നമ്മൾ എക്സ് ബാർ എന്നാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര xn ഡിവൈഡഡ് ബൈ n. ഇതാണ് എന്ത്? മീൻ എന്ന് പറയുന്നത്. മീൻ നമുക്ക് സാധാരണ നമ്മൾ പറയാറില്ല, അതായത് എത്ര വാല്യൂ ഉണ്ടോ ആ വാല്യൂസിനൊക്കെ നമ്മൾ സം ചെയ്തിട്ട് എത്ര ഉണ്ടോ അതിൻ്റെ നമ്പറിനെ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ 5, 6, 3 മൂന്ന് വാല്യൂസ് ആണ്. ഇതിൻ്റെ മീൻ കാണാൻ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണും? 5 + 6 + 3 ഡിവൈഡഡ് ബൈ 3 അല്ലേ? മൂന്ന് വാല്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഡിവൈഡ് ബൈ 3 എന്ന് ചെയ്യുന്നത്. സോ സം ചെയ്യുക, വാല്യൂസിന് സം ചെയ്യുക, ഡിവൈഡ് ബൈ എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് എക്സ് ബാർ ആണ് നമ്മൾ മീനിനെ സൂചിപ്പിക്കുക. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നമുക്ക് കുറേ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസിന് നമ്മൾ ഏതെങ്കിലും ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതി വെക്കുക. ഒന്നുകിൽ ചെറുതുനിന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതുനിന്ന് ചെറുതിലേക്കുള്ള ഓർഡറിൽ എഴുതി വെക്കുമ്പോൾ മിഡിലിൽ വരുന്ന വാല്യൂ എന്താണോ അതിനെയാണ് നമ്മൾ മീഡിയൻ എന്ന് പറയാം. ഓക്കെ, മിഡിലിൽ വരുന്ന വാല്യൂ എന്താണോ മീഡിയൻ. ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് മിഡിൽ ഒരു വാല്യൂ കിട്ടും. ഇനി ഈവൻ നമ്പർ ഓഫ് വാല്യൂസ് ആണെങ്കിൽ നമുക്ക് മിഡിൽ 2 വാല്യൂസ് കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ 2 വാല്യൂസിൻ്റെ ആവറേജ് എടുത്താൽ മതി. അപ്പോൾ അതിനെ നമ്മൾ മീഡിയൻ എന്ന് പറയും. നെക്സ്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ ആണ്. മോഡ് എന്ന് പറയുന്നത് മോസ്റ്റ് റിപ്പീറ്റഡ്, ഒരു എക്സ്പെരിമെന്റിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള വാല്യൂ ഏതാണോ അതിനാണ് നമ്മൾ മോഡ് എന്ന് പറയാം. ഓക്കെ, മീൻ, മീഡിയൻ, മോഡ് കാണാൻ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഇതാണ്: കാൽക്കുലേറ്റ് മീൻ, മീഡിയൻ ആൻഡ് മോഡ് ഓഫ് ദ ഫോളോയിങ്. സോ തന്നിരിക്കുന്നത് 2, 8, 3, 2, 2, 5, 6 ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ മീൻ, മീഡിയൻ, മോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം മീൻ കണ്ടുപിടിക്കുക. മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ബാർ ഈക്വൽ ടു 2 + 8 + 3 + 2 + 2 + 5 + 6 ഡിവൈഡഡ് ബൈ 1, 2, 3, 4, 5, 6, 7 വാല്യൂസ് ആണുള്ളത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മീൻ കിട്ടും. സം ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മീൻ കിട്ടും. ഇനി മീഡിയൻ എങ്ങനെയാണോ? മീഡിയൻ നമ്മൾ ഒന്നുകിൽ ചെറുതുനിന്ന് വലുതിലേക്ക് കൂടുന്ന ക്രമത്തിലേക്ക് എഴുതുക, അല്ലെങ്കിൽ വലുതുനിന്ന് ചെറുതിലേക്ക് ആയാലും ഒരു ഓർഡറിൽ എഴുതാം. എന്നിട്ട് അതിൻ്റെ മിഡിൽ പോർഷൻ ഏതാണോ അതാണ് മീഡിയൻ. ഇത് നമുക്ക് എഴുതി വെക്കാം. ഏറ്റവും ചെറുത് 2, പിന്നെ 2 2 ഉണ്ട്, 2 2 2. നെക്സ്റ്റ് 3, പിന്നെ വരുന്നത് 5 6 8 അല്ലേ? അപ്പോൾ നമ്മൾ ചെറുതുനിന്ന് വലുതിലേക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതി. മിഡിൽ പോർഷനിൽ വരുന്നത് 3 ആണ്. സോ മീഡിയൻ എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. നെക്സ്റ്റ് മോഡ്. മോഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂ ഏതാണ്? 2 ആണ് അല്ലേ? 3 തവണ റിപ്പീറ്റ് ചെയ്ത വാല്യൂ 2 ആണ്. സോ മോഡ് എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. മീൻ, മീഡിയൻ, മോഡ്. ഏറ്റവും എളുപ്പമാണ് മീൻ കാണാൻ. സം ചെയ്തിട്ട് നമ്പേഴ്സിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്ര നമ്പർ ഉണ്ടോ അത്രയും കൊണ്ട് ഡിവൈഡ് ചെയ്യാം.
മീഡിയൻ എന്ന് പറഞ്ഞാൽ ചെറുന്ന് വലുതിലേക്കോ വലുതും ചെറുതിലേക്കോ ഉള്ള ഒരു ഓർഡറിൽ എഴുതിയിട്ട് മിഡിൽ പോർഷനിൽ വരുന്നത് ഏതാണോ അതാണ് മീഡിയൻ. മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് റിപ്പീറ്റഡ് വാല്യൂ, ഇതാണ് മോഡ്. ഇനി റേഞ്ച് ആണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ തമ്മിലുള്ള ഇപ്പൊ ഈ ഒരു ഇതിനകത്ത് റേഞ്ച് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. റേഞ്ച് ആണ് ക്വസ്റ്റ്യൻ എങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ. ഹയസ്റ്റ് വാല്യൂ 8 ആണ് ഇവിടെ, ലോവസ്റ്റ് വാല്യൂ 2 ആണ്. സോ 8 - 2 = 6 ആണ് ഇവിടുത്തെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂ ഏതാണോ അതാണ് റേഞ്ച് എന്ന് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്, ഇത്രയും കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ച് ഇക്വേഷൻസ് ഉള്ളത് ഡീവിയേഷൻ എന്താണെന്നുള്ളത്. ഇപ്പൊ ഡീവിയേഷൻ കുറച്ച് വാല്യൂസ് എന്നിട്ട് ഡീവിയേഷൻ ആണ് കാണാൻ പറയുന്നതെങ്കിൽ അതിന്റെ ഇക്വേഷൻ xi - x bar, ഇതാണ് ഡീവിയേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഡീവിയേഷൻ നമ്മൾ d എന്ന് റെപ്രസെന്റ് ചെയ്യും. മോഡ് xi - x bar ആണ്. xi എന്ന് പറഞ്ഞാൽ എന്താണ്? പർട്ടിക്കുലർ വാല്യൂ ഏതാണോ അത്. ഓക്കെ, x bar എന്ന് പറഞ്ഞാൽ അതിന്റെ മീന്. ഓക്കെ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പൊ 1 2 3 4 4 വാല്യൂസ് ഉണ്ട്. ഇതാണ് xi എന്ന് പറയുന്നത്. xi. ഇനി അതിന്റെ x bar എത്രയാണെന്ന് നോക്കാം. x bar എത്രയായിരിക്കും? ഇത് ടോട്ടൽ കൂട്ടിയിട്ട് 4 വാല്യൂസ് ആണ്. അപ്പൊ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 4 1 5 10 ആണ് ടോട്ടൽ വരും. അപ്പൊ x bar എന്ന് പറയുന്നത് എന്താണ്? 10/4 ആണ് x bar വരിക. ഓക്കെ, ഞാനിപ്പോൾ എടുത്ത വാല്യൂ കറക്റ്റ് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു 10/4 ഒക്കെ കിട്ടുന്നത്. ഓക്കെ, നമ്മൾ കറക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിനനുസരിച്ച് നമുക്ക് ഇവിടെ മാറ്റാൻ പറ്റും. ഓക്കെ, സോ ഞാനിവിടെ 10/4 തന്നെ x bar ആയിട്ട് നമുക്ക് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ x bar 10/4 ആണ് എല്ലാത്തിൻ്റെയും. മീൻ എന്ന് പറയുന്നത് 10/4 ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഡീവിയേഷൻ എന്തായിരിക്കും? ഡീവിയേഷൻ എന്ന് പറയുന്നത് xi - x bar ആണ്. മോഡ് xi - x bar ആണ് ഡീവിയേഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ xi എത്രയാണ്? 1 - 10/4 എത്രയാണോ അതാണ് ഇതിന്റെ ഡീവിയേഷൻ. ഇനി ഇവിടെ xi എത്രയാണ്? 2 ആണ്. സോ 2 - 10/4 ആണ് ഇതിന്റെ ഡീവിയേഷൻ. ഇവിടെ 3 ആണ്. അപ്പൊ 3 - 10/4 ആണ് ഇതിന്റെ ഡീവിയേഷൻ വരിക. ഓക്കെ, അപ്പൊ ഓരോ പർട്ടിക്കുലർ വാല്യൂന്റെ ഡീവിയേഷൻ ആണ് കാണാൻ പറയാം. അപ്പൊ xi എന്ന് പറഞ്ഞാൽ ആ പർട്ടിക്കുലർ വാല്യൂ ഏതാണോ അതാണ്. ഓക്കെ, സോ xi - x bar ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീവിയേഷൻ എന്താണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് കാണേണ്ടത്. അതിനൊരു ചെറിയ എക്സാമ്പിൾ എടുത്തു തന്നെയാണ്. സോ ഡീവിയേഷന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്വസ്റ്റ്യൻസ് ഒന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, മീൻ ഡീവിയേഷൻ ആണ് ചോദിക്കുന്നതെങ്കിൽ, മീൻ ഡീവിയേഷൻ അല്ല, മീൻ ഡീവിയേഷൻ ആണ് ചോദ്യമെങ്കിൽ, മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ d bar എന്ന് പറയും. നേരത്തെ നമ്മൾ x bar എന്ന് പറഞ്ഞത് മീനിനെ x bar എന്ന് റെപ്രസെന്റ് ചെയ്തതുപോലെ മീൻ ഡീവിയേഷൻ d bar. d barന് നമ്മൾ എന്ത് കൊടുക്കുക? സിഗ്മ മോഡ് xi - x bar ഡിവൈഡഡ് ബൈ n, അതായത് സിഗ്മ d ഡിവൈഡഡ് ബൈ n. ഇതാണ് എന്ത്? മീൻ ഡീവിയേഷൻ. അതായത് നമ്മൾ നേരത്തെ കുറേ മീൻ കണ്ടുവച്ചില്ലേ. അപ്പൊ നമ്മൾ 1 2 3 4 എന്ന് പറഞ്ഞിട്ട് 1 - 10/4 ആണ് ഒരു ഡീവിയേഷൻ. 2 - 10/4 ആണ് അടുത്ത ഡീവിയേഷൻ. ഇതിന് ഒരു വാല്യൂ, പർട്ടിക്കുലർ വാല്യൂ കിട്ടും. അങ്ങനെ ഓരോന്നിൻ്റെയും ഇതിന്റെ സം എടുക്കാം. ഇതിന്റെ സം സിഗ്മ d എത്രയാണെന്ന് നമുക്ക് കാണാം. ഒരു സിഗ്മ d ഒരു പർട്ടിക്കുലർ വാല്യൂ കിട്ടും വിചാരിക്കുക, a ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഈ സിഗ്മ ഡിനെ പർട്ടിക്കുലർ നമ്പർ കൊണ്ട് എത്ര നമ്പർ ഉണ്ട്? 1 2 3 4 വാല്യൂസ് ഉണ്ട്. 4 വാല്യൂസ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ സിഗ്മ d/4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുക? സിഗ്മ d/n ചെയ്യുമ്പോൾ നമുക്ക് മീൻ ഡീവിയേഷൻ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് കാണേണ്ടത്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഓരോ വാല്യൂവിന്റെ ഡീവിയേഷൻ കണ്ടിട്ടുണ്ട്. അതിന്റെ സം ചെയ്യുക, ടോട്ടൽ സം ചെയ്തിട്ട് കിട്ടൂലേ, അതിനാണ് സിഗ്മ d എന്ന് പറയുന്നത്. അപ്പോൾ d കണ്ടുപിടിച്ചിട്ട് അതിന്റെ സമ്മേഷൻ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ d കിട്ടും. അത് ഡിവൈഡ് ബൈ n ചെയ്ത് കഴിഞ്ഞാൽ മീൻ ഡീവിയേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മളിത് കേട്ടിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ റൂട്ട് സിഗ്മ xi - x bar ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ N. ഓക്കെ, അതായത് xi - x ബാറിന്റെ സ്ക്വയർ കണ്ടിട്ട് അത് സം ചെയ്തിട്ട് അത് ഡിവൈഡ് ബൈ n ചെയ്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുമ്പോഴാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടുക. ഓക്കെ, സോ ഓൾറെഡി നമുക്ക് xi എന്താണെന്ന് അറിയാം, ഓരോ വാല്യൂ
എക്സ് ബാർ എന്ന് പറഞ്ഞാൽ മീനാണ്. അപ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആണെന്ന് നമുക്കറിയാം. ആ ഡീവിയേഷൻ്റെ സ്ക്വയർ കാണാം ആദ്യം. സ്ക്വയർ കണ്ട ഓരോ വാല്യൂവിന് ഇതേപോലെ സ്ക്വയർ കിട്ടും. അതിൻ്റെ സം എടുക്കാം. സം എടുത്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അത് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പോൾ ഇക്വേഷൻസ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, നെക്സ്റ്റ് റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഞാൻ എസ് എന്ന് കൊടുക്കുവാണ്. അപ്പോൾ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ RSD, റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100 ആണ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡഡ് ബൈ മീൻ ഇൻറ്റു 100. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. എക്സ് ബാർ മീൻ ആണെന്ന് നമുക്കറിയാം. എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ബാർ ഇൻറ്റു 100. ഓക്കെ, നെക്സ്റ്റ് ഒരെണ്ണം കൂടി ഉണ്ട്, വേരിയൻസ്. വേരിയൻസ് നമ്മൾ സിഗ്മ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിഗ്മ ഈക്വൽ ടു എസ് സ്ക്വയർ ആണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ് സിഗ്മ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഈ റൂട്ട് ഒഴിവായി കിട്ടും. റൂട്ട് ഒഴിവായ ബാക്കി എന്താ ഇവിടെ ഉള്ളത്, ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ. അതായത് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്ക്വയർ റൂട്ടിനകത്തുള്ള അതിൻ്റെ സ്ക്വയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ, ആ സ്ക്വയർ റൂട്ട് പോയിട്ട് ബാക്കിയുള്ളത് അതാണ് എന്ത് വേരിയൻസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനകത്ത് നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. അതായത് നമ്മൾ ബേസിക് ആയിട്ട് പറയുന്നത് ഇപ്പം മീൻ മോഡ് അതൊക്കെ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞാൽ ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റിലേറ്റീവ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, വേരിയൻസ്. ഈ ഇക്വേഷൻസ് പഠിച്ചു നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ അപ്ലൈ ചെയ്യാത്തേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം, ഓൾമോസ്റ്റ് നമുക്ക് ക്ലിയർ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഒരു ഇക്വേഷൻ തരാം. എന്താണ്, the masses recorded when a substance is weighed 4 times are. ഒരു സബ്സ്റ്റൻസ് 4 times നമ്മൾ വെയ് ചെയ്തപ്പോൾ അതിൻ്റെ മാസസ് നമുക്ക് പല വാല്യൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ മാസസ് നമുക്ക് കിട്ടിയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് 15.5, 15.4, 15.6, 16 milligrams ആണ്. വേരിയൻസ് ഈസ് ക്ലോസസ്റ്റ് ടു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് ഐ ആണ്. അതായത് പല വാല്യൂസ് തന്നിട്ടുണ്ട്, എക്സ്പെരിമെന്റിൽ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂസ് മാസസ് തന്നിട്ടുണ്ട്. അതിന്റെ വേരിയൻസ് ആണ് കാണാൻ പറഞ്ഞത്. വേരിയൻസിന്റെ ഇക്വേഷൻ ആദ്യം എഴുതി വെക്കുക. സിഗ്മ ഈക്വൽ ടു എന്താണ്, എസ് സ്ക്വയർ. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വേണം നോക്ക്. എക്സ് ഐ നമുക്ക് ഓൾറെഡി അറിയിക്കുന്നിട്ടുണ്ട്. എക്സ് ബാർ കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എക്സ് ഐ മൈനസ് എക്സ് ബാർ ചെയ്യണം, എന്നിട്ട് അതിന്റെ സ്ക്വയർ എടുക്കണം. ഓക്കെ, സോ എക്സ് ബാർ കണ്ടുപിടിച്ചോളൂ ആദ്യം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, മീനാണ്. എക്സ് ബാർ മീൻ എന്ന് പറയുമ്പോൾ 15.5 പ്ലസ് 15.4 പ്ലസ് 15.6 പ്ലസ് 16 ഡിവൈഡഡ് ബൈ 4. 4 വാല്യൂസ് ഉള്ളത് ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നെക്സ്റ്റ് 62.5 ആണ്. നമുക്കിത് സം ചെയ്യുമ്പോൾ 62.5 കിട്ടും. 62.5 ഡിവൈഡ് ബൈ 4 15.625 കിട്ടും. അപ്പോൾ എക്സ് ബാർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, എക്സ് ഐ മൈനസ് എക്സ് ബാർ കണ്ടുപിടിക്കാം. അതായത് 15.5 15.625 എന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. അപ്പോൾ 0.125 കിട്ടും. ഓക്കെ, പിന്നെ 15.4 എക്സ് ബാർ മൈനസ് ചെയ്യാം. അപ്പോൾ പോയിന്റ് ഞാൻ വാല്യൂസ് ജസ്റ്റ് എഴുതുവാണ്. 0.025 0.375. അതായത് ഇപ്പോൾ 16 15.625 മൈനസ് ചെയ്താൽ എന്ത് കിട്ടും, അതാണ് ഇവിടെ എഴുതുന്നത് കേട്ടോ. നെക്സ്റ്റ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യാം. ഇതിൻ്റെ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ 0.015725 ജസ്റ്റ് എഴുതി വെക്കുകയാണ്. കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. 625 0.000625 0.140425. ഇപ്പൊ നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ സ്ക്വയർ കിട്ടി. അത് ഡിവൈഡ് ബൈ എൻ ചെയ്താൽ സിഗ്മ കിട്ടും. നമുക്ക് സിഗ്മ ഈക്വൽ ടു ഇതിന്റെ സമ്മ് ചെയ്യാം. ഇതിന്റെ സമ്മ് എത്രയാണ് നമുക്ക് കിട്ടുന്നത്, ഇത് സമ്മ് ചെയ്ത് കഴിഞ്ഞാൽ സം ഈക്വൽ ടു 0.212140 കിട്ടും. ഇത് മൊത്തം സമ്മ് ചെയ്താൽ. ഓക്കെ, അപ്പൊ സിഗ്മ
ഇവിടെ ഒരു സിഗ്മ ഉണ്ട് അല്ലേ, ഇവിടെ ഒരു സിഗ്മ ഉണ്ട്, നേരത്തെ എഴുതാൻ പറഞ്ഞതാണ്. ഇവിടെ ഒരു സിഗ്മ ഉണ്ട്. സോ സിഗ്മ XI - X ബാറിന്റെ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ XI - X ബാറിന്റെ സിഗ്മ എത്രയാണ്? 0.212140 ഡിവൈഡ് ബൈ 4 ചെയ്യാം. 4 ചെയ്ത് കഴിഞ്ഞാൽ 0.05 ആൻസർ ആയിട്ട് കിട്ടും. അപ്പോൾ വേരിയൻസ് എന്ന് പറയുന്നത് 0.05 ആണ്. ക്ലിയർ ആയല്ലോ എന്ന് അറിയില്ല, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സിഗ്മ അതായത് വേരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണ്. അതായത് സിഗ്മ XI - X ബാർ ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ n. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ളത് XI വാല്യൂ തന്നിട്ടുണ്ട്. അപ്പോൾ X ബാർ നമ്മൾ എന്ത് ചെയ്യാം? ഈ XI വാല്യൂവിന്റെ സം ചെയ്തിട്ട് X ബാർ മീൻ വാല്യൂ കണ്ടുപിടിക്കുക. മീൻ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ XI - X ബാർ കണ്ടുപിടിക്കുക. കാരണം നമുക്ക് XI - X ബാർ വേണം. അപ്പോൾ അത് കണ്ടുപിടിക്കുക. ഓരോ XI വാല്യൂന്ന് X ബാർ മൈനസ് ചെയ്തിട്ടുള്ള വാല്യൂ, എന്നിട്ട് എന്ത് ചെയ്യുക? അതിന്റെ സ്ക്വയർ എടുക്കുക. XI - X ബാറിന്റെ സ്ക്വയർ എടുക്കുക. ഇതിന്റെ സ്ക്വയർ കണ്ടുപിടിച്ചാൽ മതി. സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ സിഗ്മ XI - X ബാർ അതായത് സം ചെയ്യണം. ഇതിന്റെ സം ചെയ്തിട്ട് ഒരു വാല്യൂ നമുക്ക് കിട്ടും. ആ വാല്യൂവിനെയാണ് നമ്മൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. എത്ര നമ്പർ ഉണ്ട്? എത്ര വാല്യൂസ് ഉണ്ട്? 4 വാല്യൂസ് ഉണ്ട്. സോ വേരിയൻസ് 0.05 കിട്ടും. ഓക്കെ, ഇതേപോലെ തന്നെയാണ് എല്ലാം കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ ഡീവിയേഷൻ ആണെങ്കിലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിലും സെയിം ഇക്വേഷൻ എഴുതി വെക്കുക ആദ്യം. അപ്പോൾ ആ ഇക്വേഷനിൽ എന്താണ് വേണ്ടത്? XI വേണോ, X ബാർ വേണോ, XI - X ബാർ വേണോ? അപ്പോൾ അതനുസരിച്ച് കോളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത്രയാണ് പറയാനുള്ളത്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ബേസിൽ. കാരണം ഇതൊരു വലിയൊരു ടോപ്പിക്കായിട്ട് പറഞ്ഞിട്ടില്ല, അനലിറ്റിക്കലിൻ്റെ ഒരു കുഞ്ഞു ഭാഗമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഇക്വേഷൻസ് പറഞ്ഞു തന്നിട്ട് അതിനനുസരിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അറ്റൻഡ് ചെയ്യുക, അത്രയും. നെക്സ്റ്റ് പറയാനുള്ളത് റേഡിയോ കെമിസ്ട്രി, അതായത് ന്യൂക്ലിയർ കെമിസ്ട്രിയിലെ ചെറിയ പോർഷൻസ് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. ടൈപ്സ് ഓഫ് റേഡിയേഷൻസ്, അങ്ങനെ ചെറിയൊരു പോർഷൻ, അത് അനലിറ്റിക്കലിൽ തന്നെ പറഞ്ഞതാണ്. ഓക്കെ, ന്യൂക്ലിയർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ടോപ്പിക്കായിട്ട് പഠിക്കാനില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ മാത്രമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഇപ്പോൾ റേഡിയോ കെമിസ്ട്രി, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത് റേഡിയേഷനെ എമിറ്റ് ചെയ്യുന്ന എലമെന്റ്സ്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ്. അത് ഡിസ്കവർ ചെയ്തത് ഹെൻറി ബെക്കറലാണ്. ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റേഡിയേഷൻസിനെ എമിറ്റ് ചെയ്യും. പിന്നെ 3 ടൈപ്സ് ഓഫ് എമിഷൻസ് സാധാരണ നമ്മൾ പറയാറുള്ളത് ആൽഫ എമിഷൻ, ബീറ്റ, ഗാമ. ഓക്കെ, ആൽഫ എമിഷൻ, ബീറ്റ എമിഷൻ, ഗാമ എമിഷൻ. അപ്പോൾ അതിൽ ന്യൂക്ലിയർ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. സ്മോൾ r ന്യൂക്ലിയർ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R0a⁻1/3. അതിൽ R0ന്റെ വാല്യൂ ആണ് 1.4 × 10⁻15 മീറ്റർ. ഓക്കെ, 1.4 × 10⁻15 മീറ്റർ. എ എന്ന് പറയുന്നത് എന്താണ്? മാസ് നമ്പർ ആണ്. ഓക്കെ, എ മാസ് നമ്പറും Z ആറ്റോമിക് നമ്പറും ആണ്. അത് എപ്പോഴും ഓർമ്മ വേണം. എ മാസ് നമ്പർ, Z ആറ്റോമിക് നമ്പർ ആണ്. സോ ആ ഒരു ഏത് റേഡിയസ്, ഏത് എലമെന്റിന്റെ റേഡിയസ് ആണോ നമുക്ക് കാണേണ്ടത്, ന്യൂക്ലിയർ റേഡിയസ് ആണ് നമുക്ക് കാണേണ്ടത്, ആ എലമെന്റിന്റെ മാസ് നമ്പർ ⁻1/3 കാണാം. അതിനെ ഈ R0 വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂക്ലിയർ റേഡിയസ് കാണാൻ പറ്റും. നെക്സ്റ്റ് ഐസോടോപ്പ്, ഐസോബാർ എന്താണെന്നുള്ളത്. ഐസോടോപ്പ് നമുക്കറിയാം ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇതിൻ്റെയൊക്കെ ആറ്റോമിക് നമ്പർ 1 ആണ് അല്ലേ, മാസ് നമ്പർ പക്ഷേ 1, 2, 3 ആണ്. ഓക്കെ, സോ ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. അതിന് വേറൊരു എക്സാമ്പിൾ ആണ് യുറാനിയം, ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ്. അപ്പോൾ യുറാനിയത്തിന്റെ നമുക്ക് ആറ്റോമിക് നമ്പർ 92 ആണ്, പക്ഷെ മാസ് നമ്പർ 235 238 ആണ് വരുന്നത്. നെക്സ്റ്റ് ഐസോബാർ. ഐസോബാർ എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, ആറ്റോമിക് നമ്പർ ഡിഫറെന്റും മാസ് നമ്പർ സെയിമും ആയിട്ടുള്ളതാണ് ഐസോബാർ എന്ന് പറയുന്നത്. അപ്പം അതിൽ റേഡിയം ആക്റ്റീവിനും ഉണ്ട്, 88ഉം 89ഉം. 228ഉം 228ഉം ആണ് അതിൻ്റെ മാസ് നമ്പർ വരുന്നത്. മാസ് നമ്പർ സെയിം ആണ്, ആറ്റോമിക് നമ്പറിലാണ് വ്യത്യാസമുള്ളത്. നെക്സ്റ്റ് ആൽഫ എമിഷൻ. ആൽഫ എമിഷൻ എന്ന് പറയുമ്പോൾ യുറാനിയം, ആൽഫ എമിഷൻ, ബീറ്റ എമിഷൻ, അതുപോലെ പോസിട്രോൺ എമിഷൻ, ഇലക്ട്രോൺ ക്യാപ്ചർ. ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ള സിലബസിൽ ആ ഒരു കുഞ്ഞു കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ റേഡിയോ ആക്റ്റീവ് എലമെന്റ് എന്താണ്, 3 ടൈപ്സ് ഓഫ് എമിഷൻസ് ഉണ്ട്, ന്യൂക്ലിയർ റേഡിയസിന്റെ ഇക്വേഷനും ഐസോടോപ്പ്, ഐസോബാർ എന്താണെന്ന് കൂടി ഓർത്ത് വെക്കുക. അപ്പോൾ ആൽഫ എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എലമെന്റ്, ഒരു റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആൽഫ പാർട്ടിക്കിൾസിനെയാണ് എമിറ്റ് ചെയ്യുന്നതെങ്കിൽ, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്ത്, ഹീലിയാണ് അല്ലേ. ഒരു ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയാണ്, He24. ഒരു ഹീലിയത്തിനെ എമിറ്റ് ചെയ്യുവാണെങ്കിൽ അതെന്തായി മാറും, ഒരു എലമെന്റ് ഒരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ മാസ് നമ്പർ 4 ഡിക്രീസ് ഉണ്ടാവും, 4 യൂണിറ്റിന് ഡിക്രീസ് ഉണ്ടാവും. ആറ്റോമിക് നമ്പറിൽ 2 യൂണിറ്റിന് ഡിക്രീസ് ഉണ്ടാവും. നോക്ക്, ഇപ്പോൾ യുറാനിയം 238, അതൊരു ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പോൾ എന്തായി മാറി, 234 ആയി മാറി. തോറിയം 234 ആയി മാറി. എന്തുകൊണ്ട്, ഇതിന്റെ 238ൽ നിന്ന് 4
യൂണിറ്റ് ഡിക്രീസ് വന്നു. 238 4 പോയാൽ 234. ഓക്കെ, നെക്സ്റ്റ് ആറ്റോമിക് നമ്പർ 92 2 യൂണിറ്റ് ഡിക്രീസ് വന്ന് 90 ആയി മാറി. സോ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ ആൽഫ പാർട്ടിക്കിൾ എമിഷൻ നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ഓക്കെ, സോ ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ He24 ആണ്. നെക്സ്റ്റ് ബീറ്റ ഡീകെ ആണ് അവിടെ നടന്നതെങ്കിൽ, ബീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ഇലക്ട്രോണിൻ്റെ, ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ ആണ് അല്ലേ. ബീറ്റ എമിഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ എമിഷൻ തന്നെയാണ് അർത്ഥം. സോ ഇപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ എമിഷൻ ആണ് നടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ആറ്റോമിക് നമ്പർ 1 കൂടും, പക്ഷെ മാസ് നമ്പർ സെയിം തന്നെയായിരിക്കും. ആറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പർ സെയിം. അപ്പോൾ ആൽഫ ഡീകെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, ബീറ്റ ഡീകെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും നോക്ക്. കാർബൺ 614 ആണ്, അത് നൈട്രജൻ 714 ആയിട്ട് മാറിയിട്ടുണ്ട്. എങ്ങനെ, മാസ് നമ്പർ സെയിം തന്നെയാണ്, ബട്ട് ആറ്റോമിക് നമ്പർ എന്ത് ചെയ്ത് 1 ഇൻക്രീസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ആറ്റോമിക് നമ്പർ 1 ഇൻക്രീസ് ആയി, ബിക്കോസ് എന്താണ്, ബീറ്റ ഡീകെ നടക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോസിട്രോൺ. പോസിട്രോൺ എമിഷൻ എന്ന് പറഞ്ഞാൽ, പോസിട്രോൺ എന്ന് പറഞ്ഞാൽ ബീറ്റ പ്ലസ് പാർട്ടിക്കിൾ ആണ്. അതായത് ബീറ്റ പാർട്ടിക്കിളിൻ്റെ പോസിറ്റീവ് പാർട്ടിക്കിൾസ് ആണ് ബീറ്റ പ്ലസ് പാർട്ടിക്കിൾസ്. അതായത് ഇവിടെ ഇലക്ട്രോൺ നെഗറ്റീവ് സൈൻ ആണെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ പോസിറ്റീവ് സൈൻ. ഓക്കെ, പോസിറ്റീവ് ഇലക്ട്രോൺസ്, അതാണ് എന്ത് പോസിട്രോൺസ് എന്ന് പറയുന്നത്. സോ ഈ പോസിട്രോൺസിൻ്റെ എമിഷനാണ് നടക്കുന്നതെങ്കിൽ ആറ്റോമിക് നമ്പറിൽ ഒരു ഡിക്രീസ് ആണ് വരിക. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഓർത്ത് നോക്കുക. ഇലക്ട്രോൺ എമിഷൻ അതായത് ബീറ്റ ഡീകെ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പക്ഷേ പോസിട്രോൺ എമിഷൻ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ ഒന്ന് ഡിക്രീസ് ചെയ്യാൻ ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും, മാസ് നമ്പറിൽ ഒരു വ്യത്യാസവും ഇല്ല. നെക്സ്റ്റ് ഇലക്ട്രോൺ ക്യാപ്ചർ. ഇലക്ട്രോൺ ക്യാപ്ചറിന് നേരെ ഇലക്ട്രോണിനെ ക്യാപ്ചർ ചെയ്തിട്ട് എന്ത് റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ പ്ലസ് ഒരു ഇലക്ട്രോൺ കൂടി ഉണ്ടാവും. അപ്പോൾ ബെറിലിയം 47 കൂടെ ഒരു ഇലക്ട്രോൺ കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ നോക്കിയാൽ മതി 4 - 1 ചെയ്താൽ ഇവിടെ 3 കിട്ടണം. അപ്പോൾ 3 ആറ്റോമിക് നമ്പർ ആയിട്ട് വരുന്ന എലമെന്റ് ഏതാണ്, ലിഥിയാണ്. ഓക്കെ, 4 - 1 ചെയ്യുമ്പോൾ ഇവിടെ 3 കിട്ടുക, 7 + 0 ചെയ്യുമ്പോൾ ഇവിടെ 7 കിട്ടും. ഓക്കെ, അപ്പോൾ ലിഥിയം 37 ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് അത് ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഈ സൈഡിൽ ഇപ്പോൾ 6 ആണ്, ഈ സൈഡിൽ 7 - 1 എന്തായിരിക്കും, 6 തന്നെയായിരിക്കും. അതുപോലെ ഈ സൈഡിൽ 7 ആണ് ആറ്റോമിക് നമ്പർ വരുന്നത്, അപ്പോൾ ഇവിടെ എന്തായിരിക്കും 6 + 1 7 കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് ഇലക്ട്രോൺ ഇപ്പോൾ ബീറ്റ ഡീകെ ആണ് നടക്കുന്നത്, അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ ഇക്വേഷൻ എഴുതി നോക്കാം. ബീറ്റ ഇലക്ട്രോൺ ഡീകെ എന്ന് പറയുമ്പോൾ ഇലക്ട്രോൺ ആണ്, -1 ആണ്. അപ്പോൾ ഇത് -1 ചെയ്താലായിരിക്കണം ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ 6 കിട്ടണമെങ്കിൽ ഇവിടെ 7 ആവണം എന്നൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റേഡിയോ കെമിസ്ട്രി ഇത്രേ പറയാനുള്ളൂ. ആൽഫ എമിഷൻ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. ബീറ്റ ഡീകെ ആണെങ്കിൽ ആറ്റോമിക് നമ്പർ 1 കൂടും, മാസ് നമ്പർ വ്യത്യാസമൊന്നുമില്ല. ഈ പോസിട്രോൺ എമിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ആറ്റോമിക് നമ്പർ 1 കുറയും, മാസ് നമ്പറിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി ഇലക്ട്രോൺ ക്യാപ്ചർ ആണ് നടക്കുന്നതെങ്കിൽ ആറ്റോമിക് നമ്പർ 1 കുറയും. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ എഴുതിയിട്ട് തന്നെ പറയാൻ പറ്റും. ഇലക്ട്രോൺ ക്യാപ്ചർ നമുക്ക് ജസ്റ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും, കാരണം ഇവിടെ ക്യാപ്ചറിങ് ആണ് നടക്കുന്നത്, എമിഷൻ അല്ല നടക്കുന്നത്. എമിറ്റ് ചെയ്താൽ ന്യൂട്രിനോ ആണ് കിട്ടുക. ഇലക്ട്രോൺ ക്യാപ്ചറിൽ എമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂട്രിനോ എലമെന്ററി പാർട്ടിക്കിൾ ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റേഡിയോ കെമിസ്ട്രീൻ്റെ, അത് അനലിറ്റിക്കലിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ അനലിറ്റിക്കലിൻ്റെ അകത്താണ് നമ്മൾ കോമ്പസ്റ്റോമെട്രി, ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ, വോളിയോമെട്രിക് ഒക്കെ പറഞ്ഞത്, പിന്നെ പ്രിസിപിറ്റേഷൻ റിയാക്ഷൻസ് പറഞ്ഞത് അതിനകത്താണ്. പിന്നെ അതിനകത്ത് തന്നെയാണ് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എറേഴ്സ് ഒക്കെ പറഞ്ഞത്, അതിനകത്ത് തന്നെയാണ് ഈ റേഡിയേഷൻസും പറയുന്നത്. ഓക്കെ, അപ്പോൾ അനലിറ്റിക്കലി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് പഠിക്കാനുള്ളൂ. അനലിറ്റിക്കലിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നത് കുറച്ച് കുറവാണ്, അതായത് ചെറിയ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരിക. ഓക്കെ.